ഒരു IT കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, MCA ബിരുദധാരി, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന മാന്യനായ ഒരു യുവാവ്. എന്നാൽ ആ കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്ക് പിന്നിൽ ലോൺ ആപ്പുകളുടെയും ക്രെഡിറ്റ് കാർഡുകളുടെയും കടക്കണിയിൽ ശ്വാസം മുട്ടുകയായിരുന്നു അയാൾ. ഒടുവിൽ കടം വീട്ടാൻ അയാൾ തിരഞ്ഞെടുത്തത് സ്വന്തം സുഹൃത്തായ ഒരു സ്ത്രീയുടെ ജീവനായിരുന്നു. കൊച്ചി കളമശ്ശേരി കൂനന്തയിലെ ആഡംബര അപ്പാർട്ട്മെന്റ്. അവിടെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന JC എബ്രഹാം എന്ന 55 വയസ്സുകാരി സ്വന്തം കിടപ്പുമുറിയിൽ അതിക്രൂരമായി കൊല്ലപ്പെടുന്നു. CCTV ക്യാമറകളെയും സൈബർ സെല്ലിനെയും തോൽപ്പിക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ആ IT ജീവനക്കാരൻ തയ്യാറാക്കിയത്. 2 മാസം നീണ്ട ഗൂഢാലോചന, കൊലപാതകത്തിന് മുൻപ് നടത്തിയ 2 ട്രയലുകൾ, ചോരമരവിപ്പിക്കുന്ന ആസൂത്രണവുമായി ഒരു ഞായറാഴ്ച രാവിലെ അയാൾ ആ ഫ്ളാറ്റിലേക്ക് നടന്നു കയറി. കേരളത്തെ ഞെട്ടിച്ച കളമശ്ശേരി കൊലപാതകത്തിന്റെ ആരും പറയാത്ത കഥ ഇവിടെ തുടങ്ങുകയാണ്. 2024 നവംബർ മാസം കളമശ്ശേരി കൂനന്തൈ അമ്പലം റോഡിലുള്ള അപ്പാർട്ട്മെന്റിന്റെ 1-ാം നില. ഭർത്താവുമായി അകന്ന് കഴിഞ്ഞ 1 വർഷമായി JC എബ്രഹാം അവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ അവർ നല്ല രീതിയിൽ പണം സമ്പാദിച്ചിരുന്നു. ധാരാളം ആളുകൾ വന്നു പോകുന്ന ആ ഫ്ളാറ്റിൽ ഒരു ഞായറാഴ്ച രാവിലെ മറ്റാരും ഉണ്ടാകില്ലെന്നുറപ്പിച്ചാണ് കൊലയാളി ആ ദിവസം തന്നെ തെരഞ്ഞെടുത്തത്. തിങ്കളാഴ്ച രാവിലെ JC ആരും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കേരളം ആ വാർത്ത കേൾക്കുന്നത്. കിടപ്പുമുറിയിലെ തറയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന JCയുടെ മൃതദേഹം. തലയ്ക്കു പിന്നിൽ ആഴത്തിലുള്ള വലിയ മുറിവുകൾ, 10ഓളം പരിക്കുകൾ. JCയുടെ കൈകളിലുണ്ടായിരുന്ന 2 സ്വർണ്ണവളകളും അവരുടെ 2 മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടിരുന്നു. മോഷണ ശ്രമത്തിനിടയിലെ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു. പക്ഷേ കൊലയാളി അവിടെ യാതൊരു തെളിവുകളും അവശേഷിപ്പിച്ചിരുന്നില്ല. കൊലപാതകം നടത്തിയത് മറ്റാരുമായിരുന്നില്ല, ഇൻഫോ പാർക്കിലെ IT ജീവനക്കാരനായ ഗിരീഷ് ബാബുവും അയാളുടെ കാമുകി ഖദീജയുമായിരുന്നു. ലോൺ ആപ്പുകൾ വഴിയും ക്രെഡിറ്റ് കാർഡുകൾ വഴിയും ലക്ഷങ്ങളുടെ കടക്കാരനായ ഗിരീഷ് ബാബുവിന് JCയുടെ വീട്ടിൽ പണവും സ്വർണവും ഉണ്ടാകുമെന്ന് കൃത്യമായി അറിയാമായിരുന്നു. JC വഴി തന്നെയാണ് അയാൾ ഖദീജയെ പരിചയപ്പെടുന്നതും അവർ പ്രണയത്തിലാകുന്നതും. MCAക്കാരനായ ഗിരീഷ് ബാബു പോലീസിന്റെ അന്വേഷണ രീതികൾ മുൻകൂട്ടി കണ്ടു. ഫോൺ കോളുകൾ ട്രാക്ക് ചെയ്യപ്പെടുമെന്നതുകൊണ്ട് തന്നെ അയാൾ JCയെ ഫോണിൽ ബന്ധപ്പെടാതെയാണ് വരാനായി പ്ലാൻ ചെയ്തത്. CCTV ക്യാമറകൾ ഇല്ലാത്ത വഴികൾ അയാൾ മാപ്പ് നോക്കി കൃത്യമായി മനസ്സിലാക്കി. കൊലപാതകത്തിന് മുൻപ് 2 തവണ അയാൾ ആ ഫ്ളാറ്റിന്റെ പരിസരത്ത് വന്ന് ട്രയൽ നടത്തി മടങ്ങി. കൃത്യം നടന്ന ഞായറാഴ്ച രാവിലെ 10:20 അയാൾ സഹോദരന്റെ ബൈക്കിൽ കാക്കനാട്ടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. പല വഴികളിലൂടെ ചുറ്റിക്കിറങ്ങി ഉണിച്ചിറ പൈപ്പ് ലൈൻ റോഡിലെത്തി ബൈക്ക് പാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഒരേ റൂട്ടിൽ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ 2 ഓട്ടോറിക്ഷകൾ മാറിക്കയറിയാണ് അയാൾ JCയുടെ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. വഴിയിലുടനീളം തന്റെ മുഖം ഒരു ക്യാമറയിലും പതിയാതിരിക്കാൻ അയാൾ ഹെൽമറ്റ് ഊരിയിട്ടേയില്ല. ഫ്ളാറ്റിലെത്തിയ ഗിരീഷ് ബാബുവിനെ പരിചിതനായതുകൊണ്ട് JC സന്തോഷത്തോടെ സ്വീകരിച്ചു. ഹെൽമറ്റ് മാറ്റാതെ അകത്തു കയറിയ അയാൾ കയ്യിൽ കരുതിയിരുന്ന മദ്യം JCക്ക് നൽകി. തനിക്കൊപ്പം മദ്യപിച്ച JC മദ്യലഹരിയിൽ ബെഡിലേക്ക് കിടന്ന ആ നിമിഷം ഗിരീഷിന്റെ ഉള്ളിലെ മൃഗമുണർന്നു. അയാൾ തന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച ഇരുമ്പ് ഡമ്പൽ പുറത്തെടുത്തു. അബോധാവസ്ഥയിലായിരുന്ന JCയുടെ തലയിലേക്ക് ആ ഡമ്പൽ ഉപയോഗിച്ച് അയാൾ തുടരെ ആഞ്ഞടിച്ചു. 10ഓളം തവണയാണ് ആ തല തകർക്കപ്പെട്ടത്. വേദന കൊണ്ട് നിലവിളിക്കാൻ ശ്രമിച്ച JCയുടെ മുഖം ക്രൂരമായി തലയണ വെച്ച് അയാൾ അമർത്തിപ്പിടിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആ ജീവനറ്റുപോയി. മരണം ഉറപ്പാക്കിയ ശേഷം ഇതൊരു കൊലപാതകമല്ല, മറിച്ച് ബാത്റൂമിൽ വീണുണ്ടായ അപകടമാണെന്ന് വരുത്തി തീർക്കാൻ അയാൾ ആ മൃതദേഹം വലിച്ചഴിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ശരീരത്തിലെ ചോരയെല്ലാം വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞു. തന്റെ വസ്ത്രത്തിൽ പുരണ്ട ചോരക്കറ പുറത്തറിയാതിരിക്കാൻ ബാഗിൽ കരുതിയിരുന്ന മറ്റൊരു ഷർട്ട് അയാൾ മാറി ധരിച്ചു. JCയുടെ 2 സ്വർണ്ണവളകളും 2 ഫോണുകളും എടുത്ത് ഫ്ളാറ്റിന്റെ താക്കോൽ ഉപയോഗിച്ച് പുറത്തുനിന്ന് പൂട്ടി അയാൾ അതേ ഓട്ടോറിക്ഷയിൽ പുറത്തേക്ക് പോയി. താൻ പിടിക്കപ്പെടില്ലെന്ന് ഗിരീഷ് ബാബു ഉറപ്പിച്ചു. കാരണം JCയുടെ ഫ്ളാറ്റിൽ ഒട്ടനവധി ആളുകൾ വന്നു പോകുന്നത് കൊണ്ട് തന്നെ പോലീസ് മറ്റാരെങ്കിലും സംശയിക്കുമെന്നായിരുന്നു അയാളുടെ വിചാരം. കൊലപാതകത്തിന് ശേഷം അയാൾ കാമുകി ഖദീജയെ വിളിച്ച് വിവരം അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ പോലീസിന്റെ നീക്കങ്ങൾ അറിയാൻ വെളുപ്പിന് ഹെൽമറ്റ് ധരിച്ച് അയാൾ ആ ഫ്ളാറ്റിന്റെ പരിസരത്ത് ബൈക്കിൽ വന്ന് നിരീക്ഷണം നടത്തുകയും ചെയ്തു. പക്ഷേ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും കുറ്റവാളി ഒരു തെളിവെങ്കിലും ബാക്കി വെച്ചിരിക്കും. CCTV ഇല്ലാത്ത വഴികൾ തിരഞ്ഞെടുത്ത ഗിരീഷിന്
അപ്പാർട്ട്മെന്റിന്റെ പരിസരത്തുള്ള ഒരു നിരീക്ഷണ ക്യാമറയിൽ ഹെൽമറ്റ് ധരിച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കയറിപ്പോകുന്ന തന്റെ ദൃശ്യം പതിഞ്ഞത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 2 മണിക്കൂറിന് ശേഷം അതേ ഹെൽമറ്റുധാരി തിരിച്ചു പോകുന്നതും പോലീസ് കണ്ടെത്തി. ആ ഹെൽമറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണമാണ് ഒടുവിൽ ഇൻഫോ പാർക്കിലെ ആ IT ജീവനക്കാരന്റെ കൈകളിലേക്ക് വിലങ്ങുവെക്കാനിടയായത്. ഒപ്പം ഗൂഢാലോചനയിൽ പങ്കാളിയായ കാമുകി ഖദീജയും അറസ്റ്റിലായി. കൊലപാതകം അപകടമാക്കാൻ ശ്രമിച്ച ഗിരീഷിന്റെ ബുദ്ധിയെ കേരള പോലീസ് തകർത്തു കളഞ്ഞു. പണത്തോടുള്ള അമിതമായ ആർത്തിയും ആഡംബര ജീവിതം തകരുമ്പോഴുണ്ടാകുന്ന നിരാശയും മനുഷ്യനെ ഒരു സൈക്കോപാത്ത് കൊലയാളിയാക്കി മാറ്റാൻ അധിക സമയം വേണ്ടെന്ന് ഈ കളമശ്ശേരി കേസ് ഓർമ്മിപ്പിക്കുകയാണ്. നിയമത്തിന്റെ വഴിയിൽ വിചാരണ തുടരുകയാണ്. ഗിരീഷ് ബാബുവും കാമുകി ഖദീജയും ഇന്ന് ജയിലിന്റെ ഇരുട്ടറയിലാണ്. ജെയ്സിയുടെ ആത്മാവിന് അർഹമായ നീതി ലഭിക്കട്ടെ.